കേരളത്തിൽ ഇവിടെ ഒരു മുസ്ലിം ലീഗ് ഉണ്ടോന്നോ CPI ഉണ്ടോന്നോ നിങ്ങൾ പറഞ്ഞാൽ ഉത്തരേന്ത്യയിൽ ആരാണ് ഉള്ളത്? ഉത്തരേന്ത്യയിൽ ജനങ്ങൾ നേരിടുന്ന പ്രശ്നം, അത് കർണാടക ആവട്ടെ, ഗുജറാത്തിലാവട്ടെ, UP-യിലാവട്ടെ, പശ്ചിമ ബംഗാൾ ആവട്ടെ, ബീഹാറിലാവട്ടെ, ഈ പ്രശ്നങ്ങളെ നേരിടുന്നതും ഇതിനെ പ്രതിഷേധം ചെയ്യുന്നതും ഇതിന് ചോദ്യം ചെയ്യുന്നത് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ ആണെന്ന് മനസ്സിലാക്കും. ഇപ്പൊ 3/4 നൂറ്റാണ്ട്, അതിൽ 50 വർഷം ഇന്ത്യ ഭരിച്ച കോൺഗ്രസും കൈകഴുകുകയാണ്. ഞങ്ങൾക്കും ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല, എല്ലാവരും ഞങ്ങളോടൊപ്പം നിൽക്കണമെന്ന്. ഈ ഒരു സാഹചര്യത്തിൽ 3/4 നൂറ്റാണ്ട് മുമ്പ് ഈ രാജ്യത്തിൻ്റെ അടിസ്ഥാന ഭൂരിപക്ഷം തദ്ദേശ നിവാസികളായ ആളുകൾ ഇത്തരം ബ്രാഹ്മണിക്കൽ പ്രസ്ഥാനങ്ങളെ ആശ്രയിക്കുന്നതിന് പകരം ഭരണഘടന ഉയർത്തിപ്പിടിച്ചുകൊണ്ട് രാജ്യത്തിന് കാവൽ നിൽക്കാൻ പ്രാപ്തമായ ഒരു രാഷ്ട്രീയ സംഘാടനം നടത്തിയിരുന്നുവെങ്കിൽ ഇന്ത്യ രാജ്യത്തിന് ഈ ദുരന്തം വരില്ലായിരുന്നുവെന്ന ഒരു തിരിച്ചറിവാണ് നമുക്കുണ്ടാകേണ്ടത്. ആ 2 ദുഃഖങ്ങൾ എന്താ നിങ്ങൾക്കറിയുമോ? അതൊന്ന് മോഡിയും ഒന്ന് ED-യുമാണ്. ഞാൻ വിവക്ഷിക്കുന്നു, മോഡി എന്നാൽ മോക്കിംഗ് ഓഫ് ഡെമോക്രസി, മോക്കിംഗ് ഡെമോക്രസി ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ ജനാധിപത്യത്തെ പരിഹസിക്കുന്ന ഒരു പ്രധാനമന്ത്രിയാണ് നമുക്കുള്ളത്. ജനാധിപത്യത്തോട് പുച്ഛഭാവം പുലർത്തുന്ന ഒരു ഭരണകൂടമാണ് നമുക്കുള്ളത്. ED മീൻസ് എൻഡ് ഓഫ് ഡെമോക്രസി, ജനാധിപത്യത്തിൻ്റെ അന്ത്യം കുറിക്കുന്ന ഒരു മർദ്ദനോപകരണമായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെ മാറിക്കഴിഞ്ഞിരിക്കുന്നു. നമ്മൾ യാത്ര പ്രഖ്യാപിച്ചതിന് ശേഷമാണ് BJP ആണെങ്കിലും UDF ആണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും ഇനി എല്ലാ പാർട്ടികളും കൂടി ആലോചിച്ച് യാത്ര തുടങ്ങിയത് നമ്മൾ യാത്ര ഡിക്ലെയർ ചെയ്തതിന് ശേഷം. അതിൽ നിന്ന് ഒരു കാര്യം വ്യക്തമായി, സമരങ്ങൾ അല്ലെങ്കിൽ ജനങ്ങളിലേക്ക് എത്തിപ്പെടുന്നത് ആദ്യം സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ. ഈ രക്തരക്ഷസ് പൊട്ടിച്ചിരിക്കുമ്പോൾ, അട്ടഹസിച്ചുകൊണ്ടിരിക്കുമ്പോൾ, അവരുടെ നെഞ്ചൂക്കിനാൽ അവർ കൊല്ലവിളി നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ very ചെറിയൊരു സംഘം മാത്രമാണ് ഇന്ന് ആ നെഞ്ചിലേക്ക് കൈവിരൽ ചൂണ്ടി നെറ്റി ചുളിച്ചുകൊണ്ട് നിൽക്കുവാനുള്ളത്. അത് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യയുടെ പ്രിയപ്പെട്ട മക്കൾ മാത്രമാണ്. അതുകൊണ്ട് തന്നെയാണ് അവർക്ക് മാത്രമാണ് ഈ അക്രമികളെ ഇതിൽ നിന്ന് ഈ രാജ്യത്തെ രക്ഷിക്കുവാൻ സാധിക്കുകയുള്ളൂ. ജനാധിപത്യവും മതനിരപേക്ഷതയും ഈ രാജ്യത്തിന് തിരിച്ചു കൊണ്ടുവന്നുകൊണ്ട് ഇന്ത്യ രാജ്യത്തിന്റെ ഭരണഘടനയിലും ഒരുപക്ഷെ ജുഡീഷ്യറിയിൽ പോലും സംഘപരിവാറിന്റെ കാവിയുടെ ദുർഗന്ധം വമിച്ചുകൊണ്ടിരിക്കുമ്പോൾ അരുത് കാട്ടാള എന്ന് കാശ്മീർ മുതൽ കന്യാകുമാരി വരെ RSSന്റെ മുഖത്ത് നോക്കി വിരൽ ചൂണ്ടി പറയാൻ കരുത്തുള്ള പ്രസ്ഥാനമായി സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ